പശ്ചിമേഷ്യയിൽ താൽക്കാലികമായി നിലനിൽക്കുന്ന ശാന്തതയ്ക്ക് വിരാമമിട്ടുകൊണ്ട് ഗാസയിൽ വീണ്ടും ഒരു വൻ യുദ്ധത്തിനുള്ള കരനിഴൽ വീഴുന്നതായി പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഗസയുടെ നിയന്ത്രണമുള്ള ഹമാസ് തങ്ങളുടെ തകർന്ന സൈനിക ശേഷി അതീവ വേഗതയിൽ പുനർനിർമ്മിക്കുകയാണെന്ന ഞെട്ടിക്കുന്ന മുന്നറിയിപ്പാണ് ഇസ്രയേൽ പ്രതിരോധ സേന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകിയിട്ടുള്ളത്. കടുത്ത ഉപരോധങ്ങൾക്കും നീണ്ട സൈനിക നടപടികൾക്കും ശേഷവും ഹമാസ് ഇത്ര വേഗം തിരിച്ചുവരവ് നടത്തുന്നത് ഇസ്രയേൽ സൈനിക നേതൃത്വത്തെയും രാഷ്ട്രീയ നേതൃത്വത്തെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. IDF സമർപ്പിച്ച രഹസ്യ വിവരങ്ങൾ അനുസരിച്ച് ഗാസയിലുടനീളം തങ്ങളുടെ തകർന്നടിഞ്ഞ ഭൂഗർഭ തുരങ്ക ശൃംഖലകൾ അതിവേഗം പുനഃസ്ഥാപിക്കുന്ന തിരക്കിലാണ് ഹമാസ്. ഇസ്രയേൽ സൈന്യം മുൻപ് തകർത്തതായി അവകാശപ്പെട്ട പല തന്ത്രപ്രധാന തുരങ്കങ്ങളും ഹമാസ് പടയാളികൾ വീണ്ടും തുറക്കുകയും അവയെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്തതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. സൈനിക നീക്കങ്ങൾക്കും ആയുധക്കടത്തിനും ഒളിപ്പോരിനും ഹമാസ് ഉപയോഗിക്കുന്ന ഈ തുരങ്കങ്ങൾ ഇസ്രയേലിന് എപ്പോഴും വലിയൊരു വെല്ലുവിളിയാണ്. തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതിനൊപ്പം തന്നെ ആയുധ നിർമ്മാണശാലകളും ഹമാസ് സജീവമാക്കിയതായി ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം വ്യക്തമാക്കുന്നുണ്ട്. തദ്ദേശീയമായ റോക്കറ്റുകളും മറ്റു മാരക സ്ഫോടക വസ്തുക്കളും നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ ഹമാസ് ഗാസയ്ക്കുള്ളിൽ തന്നെ സമാഹരിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള ആയുധക്കടത്ത് പൂർണ്ണമായും തടയാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് പുതിയ ആയുധ നിർമ്മാണ കണക്കുകൾ തെളിയിക്കുന്നത്. ഇത് ഇസ്രയേലിന്റെ സുരക്ഷാ മുൻകരുതലുകളെ ചോദ്യം ചെയ്യുന്നതാണ്. ഹമാസിനുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയായ പടയാളികളുടെ നഷ്ടം നികത്താൻ അവർ അതിവേഗം പുതിയ പോരാളികളെ റിക്രൂട്ട് ചെയ്യുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ഗാസയിലെ നിലവിലെ അവസ്ഥയും ഇസ്രയേൽ വിരുദ്ധ വികാരവും വരും തലമുറയെ ഹമാസിലേക്ക് ആകർഷിക്കാൻ അവർ ആയുധമാക്കുകയാണ്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ആയിരക്കണക്കിന് പുതിയ യുവാക്കളെ തങ്ങളുടെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സിലേക്ക് ചേർക്കാൻ ഹമാസിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ ഗാസയിൽ വീണ്ടും ഒരു വൻതോതിലുള്ള സൈനിക ആക്രമണത്തിന് ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ വലതുപക്ഷ മന്ത്രിസഭയും പദ്ധതിയിടുന്നുണ്ട്. നിലവിലെ താൽക്കാലിക വെടിനിർത്തൽ അവസാനിപ്പിച്ച് പൂർണ്ണമായ യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ മാത്രമേ ഹമാസിന്റെ ഈ പുനരുജ്ജീവനത്തെ തടയാൻ കഴിയൂ എന്നാണ് നെതന്യാഹുവിന്റെ വാദം. എന്നാൽ ഇസ്രയേലിന്റെ ഈ യുദ്ധമോഹങ്ങൾക്ക് കടുത്ത തടസ്സമായി നിൽക്കുന്നത് അവരുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്കയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള പുതിയ US ഭരണകൂടം ഗാസയിൽ ഇസ്രയേൽ വീണ്ടും ഒരു വലിയ സൈനിക നീക്കം നടത്തുന്നതിനെ ശക്തമായി എതിർക്കുകയാണ്. മേഖലയിൽ വീണ്ടും ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുന്നത് തങ്ങൾ വിഭാവനം ചെയ്യുന്ന സമാധാന പദ്ധതികളെ ബാധിക്കുമെന്ന് ട്രംപ് ഭരണകൂടം വിലയിരുത്തുന്നു. തങ്ങൾ അധികാരമേറ്റ ശേഷം പശ്ചിമേഷ്യയിൽ കൊണ്ടുവന്ന സമാധാന നയതന്ത്ര ശ്രമങ്ങൾക്ക് മുൻഗണന നൽകാനാണ് വാഷിംഗ്ടൺ ആഗ്രഹിക്കുന്നത്. ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് നയതന്ത്രജ്ഞർ നിലവിലെ വെടിനിർത്തൽ എന്തു വില കൊടുത്തും നിലനിർത്തണമെന്ന നിർബന്ധത്തിലാണ്. യുദ്ധം തുടരുന്നത് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് മാത്രമല്ല അമേരിക്കയുടെ ആഗോള താൽപര്യങ്ങൾക്കും തിരിച്ചടിയാക്കുമെന്ന് ട്രംപ് നെതന്യാഹുവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗാസയിലെ ജനങ്ങളുടെ മാനുഷിക പ്രതിസന്ധിയും അന്താരാഷ്ട്ര സമ്മർദ്ദവും കണക്കിലെടുത്ത് താൽക്കാലിക ശാന്തത തകർക്കാൻ അമേരിക്ക അനുവദിക്കില്ലെന്നാണ് വൈറ്റ് ഹൌസ് നൽകുന്ന സൂചന. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന പുതിയ സമാധാന പദ്ധതി പശ്ചിമേഷ്യയിൽ ഒരു സ്ഥിരമായ പരിഹാരമാണ് ലക്ഷ്യമിടുന്നത്. ഹമാസിന്റെ സൈനിക ശേഷി നിഷ്ക്രിയമാക്കാൻ യുദ്ധമല്ല, മറിച്ച് ദീർഘകാല രാഷ്ട്രീയ നീക്കങ്ങളാണ് വേണ്ടതെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പക്ഷം. എന്നാൽ അമേരിക്കയുടെ ഈ നിലപാട് ഇസ്രയേൽ പ്രതിരോധ സേനയെയും ഭരണകൂടത്തെയും കടുത്ത ആശയക്കുഴപ്പത്തിലും ആശങ്കയിലും ആഴ്ത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാൻ ഇസ്രയേലിന് സാധിക്കില്ല. സാമ്പത്തികമായും സൈനികമായും അമേരിക്കൻ സഹായങ്ങളെ ആശ്രയിക്കുന്ന ഇസ്രയേലിന് ട്രംപിന്റെ കടുത്ത നിലപാട് വലിയൊരു തിരിച്ചടിയാണ്. ഹമാസ് ശക്തി പ്രാപിക്കുന്നത് നോക്കി നിൽക്കാൻ കഴിയുകയുമില്ല. എന്നാൽ അമേരിക്കയെ വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് നെതന്യാഹു. ഗാസയിലെയും ഇസ്രയേലിലെയും ഈ പുതിയ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയെ വീണ്ടും ഒരു സ്ഫോടനാത്മകമായ സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ സമാധാന ശ്രമങ്ങൾ വിജയിക്കുമോ അതോ ഹമാസിന്റെ തിരിച്ചുവരവ് ഭയന്ന് ഇസ്രയേൽ ഏകപക്ഷീയമായി യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നത് വരും ദിവസങ്ങളിലെ ചർച്ചകളെ ആശ്രയിച്ചിരിക്കും. ആഗോള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു വലിയ പ്രതിസന്ധിക്കാണ് ഈ റിപ്പോർട്ടിലൂടെ വഴി തുറന്നിരിക്കുന്നത്.